നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺവോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇന്ന് വെനിസ്വലയെ നേരിടുകയാണ്. ഇന്നെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രിയാണ് വെനിസ്വലയിൽ മത്സരമെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെയാണ് കളി കാണാൻ പറ്റുക. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 2:30 വെനിസ്വലയിൽ വെച്ച് ബ്രസീലും വെനിസ്വലയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഈ മത്സരത്തിനുള്ള ബ്രസീൽ ടീമിൻ്റെ പ്ലേയിങ് 11 ആരൊക്കെ ഉണ്ടാകും? ഇന്നലെ കോച്ച് ഡൊറിവാൾ ജൂനിയർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടു പറഞ്ഞിട്ടില്ല. എങ്കിലും മാറ്റങ്ങൾ കഴിഞ്ഞ ഇൻ്റർനാഷണൽ കോളപ്പിലെ മത്സരങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം വിനി പരിക്കിൽ നിന്ന് മുക്തനായി മടങ്ങിയെത്തി. അദ്ദേഹം ടീമിലുണ്ടാകും. കഴിഞ്ഞ കോളപ്പിൽ അദ്ദേഹം കളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അദ്ദേഹം മടങ്ങിയെത്തുന്നു. സോ അദ്ദേഹം പ്ലേയിങ് 11 ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അവിടെ മാറ്റമുണ്ടാകും. കൂടാതെ ഇപ്പോൾ ഡാനിലോ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള ചോദ്യമുണ്ട്. ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് TNT ബ്രസീൽ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലേയിങ് 11ലേക്ക് ഒന്ന് പോവുകയാണ്. ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ, ഇനി സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ഗബ്രിയലും മാർക്കിഞ്ഞോസും, ഇരു പാർശ്വങ്ങളിലായിട്ട് ആബ്നറും വാൻഡേഴ്സണും, മധ്യനിരയിൽ ബ്രൂണോ ഗുയിമേറസ്, റാഫീഞ്ഞ, കേഴ്സൺ എന്നിവരെ പ്രതീക്ഷിക്കുന്നു. മുന്നേറ്റത്തിൽ വിനി ജൂനിയറും സാവിഞ്ഞയും ഇരു പാർശ്വങ്ങളിലായിട്ട് ഇറങ്ങുമ്പോൾ ഇഗോർ ഹീസസ് സ്ട്രൈക്കറുടെ റോളിൽ ഉണ്ടാകും. ഇതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക, അങ്ങനെ തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്തുക. ഇപ്പോൾ ബ്രസീലിൽ 16 പോയിന്റുമായിട്ട് 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. സോ മുന്നോട്ട് പോകാനുള്ള അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക, വെനിസ്വലയെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.